അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. നിങ്ങൾ MCQ ആയിട്ട് ഇതിനെ പഠിക്കുന്ന സമയത്തുള്ള ഗുണം എന്താ? ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ വിനു ശ്രീധർ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എത്തി നിൽക്കുന്നത് പുതിയൊരു സംരംഭവുമായിട്ടാണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സയൻസിൻ്റെ ചോദ്യപ്പെട്ടി. അതായത് കേരള PSC എക്സാമുകളിൽ എല്ലാ എക്സാമുകളിലും ഫോക്കസ് ചെയ്യുന്നവർക്ക് ഗുണകരമാവുന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യപ്പെട്ടി, സയൻസിൻ്റെ ചോദ്യപ്പെട്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വില്ലേജ് ഫീൽഡ് ആയാലും അല്ലെങ്കിൽ റീസെൻ്റ്ലി വരാൻ പോകുന്ന LDC ആയാലും LPUP ആയാലും അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട PSC എക്സാമുകളിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലേ, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് ബുക്കുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ തിയറിയൊക്കെ കാണാതെ പഠിക്കുക. ഇപ്പോൾ ഈവൻ സയൻസ് ഉള്ള ആൾക്കാർ തന്നെ ആണെങ്കിൽ പോലും ഈ മലയാളത്തിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ തിയറി ഒക്കെ കാണാതെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറേ ക്ലാസ്സുകളിലെ കണ്ടന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ടീച്ചിങ് എക്സാമുകളിൽ, അധ്യാപകർക്കുള്ള എക്സാമുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മെത്തേഡാണ് ഈ ചോദ്യപ്പെട്ടി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റുകളിലൂടെയൊക്കെ പരമാവധി MCQയിലൂടെ കടന്നു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് MCQയിലൂടെ കടന്നു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകളിലൂടെ. അതേ രീതി തന്നെ നമ്മളിവിടെ സയൻസിൻ്റെ ചോദ്യപ്പെട്ടിയിലും ചെയ്യാൻ പോവാണ്. എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ചാപ്റ്ററുകൾ 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് 5 തൊട്ടിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ 5ാം ക്ലാസ് ആണല്ലോ, വളരെ ബേസിക് സാധനങ്ങളാണല്ലോ, എല്ലാം അറിയാം എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഓരോ പേജിലും പേജ് ഓർഡറിലാണ് പോകുന്നത്. ഓരോ പേജിലും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ കണ്ടന്റിൽ നിന്ന് എങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, ആ MCQ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, അതിൻ്റെ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് അഡീഷണൽ ഫാക്റ്റുകളുണ്ടോ, ഇങ്ങനെ വളരെ ഡെപ്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഓരോ കണ്ടന്റും പഠിച്ചു പോകുന്ന രീതിയാണ് ചോദ്യപ്പെട്ടിയിലുള്ളത്. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കാണ് എല്ലാവരും പഠിക്കുക, അല്ലേ? പക്ഷേ ഇതിൻ്റെ അകത്തെ കണ്ടന്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ലഭ്യമാവുന്നത് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചിങ് എക്സാമുകളിൽ നമ്മളിത് വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ രീതി തന്നെ, അതായത് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലേക്ക് പോകുമ്പോൾ ഒരു ടോപ്പിക്ക് എടുത്തു കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ കിട്ടും. അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം SCERT ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ പഠിക്കാം, അതേസമയം തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് പഠിക്കാം. അതോടൊപ്പം തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 99.99% ക്വസ്റ്റ്യൻസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നു. ഇതാണ് ചോദ്യപ്പെട്ടിയുടെ രീതി. നിങ്ങൾക്കിത് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ക്ലാസ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ പോകണം. ഞാനൊരു ചാപ്റ്റർ അങ്ങ് ഫുള്ള് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാം. 5ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാം. എന്താണ് മെത്തേഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലാവും. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപക്ഷെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരായിരിക്കും നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണാത്തവരും ഒക്കെ ആയിട്ടുള്ളവരുടെ ഫീഡ്ബാക്സ് എനിക്ക് ആവശ്യമാണ്. കാരണം നമ്മളിത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കൊണ്ടുപോകണം, അല്ലേ? എൻ്റെ ആപ്പിൽ നമുക്കത് ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതിൻ്റെ അഡീഷണൽ ക്ലാസ്സുകൾ ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, പുറകെ എത്തും. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവായുള്ള എല്ലാ റിവ്യൂസും ആവശ്യമാണ്. അപ്പോൾ ഇത് ഗുണകരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. അത് തീർച്ചയായിട്ടും ഞാനത് മുഴുവൻ വായിക്കും. അതിനുശേഷം വേണം എനിക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുന്ന രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ടീച്ചിങ് എക്സാമുകളിൽ വളരെ വിജയിച്ച ഒരു മെത്തേഡാണ് എന്നുള്ള കോൺഫിഡൻസിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി സമയം കളയുന്നില്ല. നിങ്ങൾ 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അവിടെ ഒറ്റയല്ലൊരു ജീവിയും എന്നുള്ളൊരു ടൈറ്റിലാണ് ആ ചാപ്റ്റർ കിടക്കുന്നത്. ഇപ്പോൾ സയൻസ് ചോദ്യപ്പെട്ടി എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, 3ഉം കവർ ചെയ്യും കേട്ടോ. 3ഉം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോവാണ്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുകൊണ്ട് സയൻസ് കോറായിട്ട് പഠിക്കേണ്ട എല്ലാ ഏരിയയും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യുന്ന രീതിയാണ് ചോദ്യപ്പെട്ടിയിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആര്? നിങ്ങൾ ഈ ഒറ്റയല്ലൊരു ജീവി എന്ന് പറയുന്ന 5ാം ക്ലാസ്സിന് 1ാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ
പേജുകളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ ഒരു സംഭവത്തിനകത്ത് വരുന്നത്, ഈ ചാപ്റ്ററിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണ്? സ്രാവ്, ചെറുമീനുകൾ, കടലാമ, സസ്യ, പ്ലവകം. ആരാണ് ഉൽപ്പാദകരായിട്ട് അറിയപ്പെടുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ? നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ കൂടി ശ്രമിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ ആൻസറുകളുമായിട്ട് നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഓർമ്മയിൽ നിങ്ങളിലേക്ക് തങ്ങി നിൽക്കുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായാലും സസ്യ പ്ലവകങ്ങൾ എന്നുള്ളതാണ്. സസ്യ പ്ലവകങ്ങൾ. അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് വേണ്ട SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആ പേജിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ, അതിലെ പ്രധാനപ്പെട്ട കോർ കണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കൂ, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ഇവർ. ഓർത്തിരിക്കുക, സമുദ്രത്തിലെ പ്ലവകങ്ങൾ, സസ്യങ്ങളുടെ പ്ലവകങ്ങൾ, പ്ലവകം എന്ന വാക്ക് അവിടെ നോട്ട് ചെയ്യാം. ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആ പേജിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു MCQ ക്വസ്റ്റ്യൻ അതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആണെന്ന് ഓർത്ത് നിങ്ങൾ കളയണ്ട. കാരണം 5ാം ക്ലാസ്സിൻ്റെ ബേസിക്സിൽ നിന്ന് വേണം 10 വരെ നമുക്ക് പോകാനായിട്ട് എന്ന് മറക്കരുത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നേ. ഇതൊക്കെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. നമുക്കിത് അറിയാമല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒന്നുമില്ല. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ എക്സാമുകളെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കാണാൻ പറ്റും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളെ നോക്കുകയാണെങ്കിൽ അവരുടെ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആഹാര സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആഹാര ശൃംഖലാജാലം ക്രിയേറ്റ് ചെയ്യപ്പെടും. വേറൊരു സാധനം കിടപ്പുണ്ട്, ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് പറയുന്നൊരു വേർഡും കിടപ്പുണ്ട്. ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലാജാലമുണ്ട്, ഫുഡ് വെബ്, ഇത് ഫുഡ് ചെയിനാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ സസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക അല്ലേ? സസ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചു. ചെറുമീനുകൾ സസ്യം കഴിക്കുന്നുണ്ട്, പുൽച്ചാടികൾ സസ്യങ്ങൾ കഴിക്കുന്നുണ്ട്, പുഴു സസ്യങ്ങൾ കഴിക്കുന്നുണ്ട്. അതിൽ ചെറുമീനുകളെ ചിലപ്പോൾ വലിയ മീനുകൾ തന്നെ തിന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ തവള തിന്നുന്നുണ്ടാവും. ആ വലിയ മീനുകളെ കൊക്കോ അല്ലെങ്കിൽ തവളയൊക്കെ കൊക്ക് തിന്നുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യും. പല സാധനങ്ങൾ ചേർന്നിട്ടൊരു വലിയ വെബ് ക്രിയേറ്റ് ചെയ്തു. ഇനി പുഴുവിനെ നോക്കുകയാണെങ്കിൽ അത് പക്ഷികൾ പുഴുവിനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സസ്യങ്ങൾ തിന്നുന്ന പുഴുവിനെ പക്ഷികൾ തിന്നുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട്. പല വഴിക്ക് പിരിഞ്ഞ ഒരു വെബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചങ്ങലയ്ക്ക് പകരം ഒരു വെബ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ശൃംഖലാജാലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ജസ്റ്റ് വേർഡ് ഇറങ്ങിയിരിക്കുക, അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. പക്ഷേ ആഹാര ശൃംഖലാജാലത്തിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, സസ്യങ്ങൾ, പുൽച്ചാടി, തവള, കൊക്ക്, ഒരൊറ്റ ശ്രേണി, ഒരെണ്ണം മാത്രം കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുക, ആഹാര ശൃംഖല. മറ്റെല്ലാം കൂടി ചേരുന്നതാണ് ആഹാര ശൃംഖല ജാലം. ആ വേടൊന്ന് അറിഞ്ഞിരുന്നോ? വേണമെങ്കിൽ ഒരു MCQ അവിടെ നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇവർ തമ്മിലുള്ള വ്യത്യാസം വെച്ചുകൊണ്ട് മനസ്സിലാക്കാം, അത് എളുപ്പമാണ്. അതുകൊണ്ട് കണ്ടന്റ് പഠിച്ചു പോയാൽ മതി. അതിനകത്ത് ഒരു MCQ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പം നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയായിട്ട് അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിൽ അടുത്ത പേജിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാ: എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? ഏത് ആഹാര ശൃംഖല എടുത്താലും അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എടുത്താലും അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? സസ്യം, ഉരകം, സസ്തനി, ഉഭയജീവി. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യം എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്? സസ്യം. എല്ലാവരും സസ്യത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഏതാ? സസ്യങ്ങളിൽ നിന്നാണ്. നിങ്ങൾ നോക്കിയോ, ഇവിടെ നോക്കിയോ, പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. അല്ലെങ്കിൽ പുല്ല്, അണ്ണാൻ, പൂച്ച, കഴുകൻ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. ഇതെല്ലാം ഒരു ഫുഡ് വെബ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോ ഫുഡ് ചെയിൻ നോക്കിയാലും അതെല്ലാം തുടങ്ങുന്നത് സസ്യങ്ങളിൽ നിന്നാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ തുടക്കത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് സസ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. നിങ്ങൾ MCQ ആയിട്ട് ഇതിനെ പഠിക്കുന്ന സമയത്തുള്ള ഗുണം എന്താ? ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പിന്നെ കൺസെപ്റ്റ് അറിയാം, ചോദ്യം വരുന്ന രീതി അറിയാമെങ്കിൽ പിന്നെ പഠിക്കാൻ എളുപ്പമായില്ലേ? അതാണ് ചോദ്യപ്പെട്ടി. ഇപ്പോൾ ഒരു ധാരണ നിങ്ങൾ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഫക്റ്റീവ് ആവോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം നോക്കൂ: സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. 5ാം ക്ലാസ് ആണ്, ബേസിക്സ് ആണ്. സൂര്യപ്രകാശം, ഓക്സിജൻ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങളൊരു ആൻസറിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അടുത്ത ആ ചാപ്റ്ററിൻ്റെ അടുത്ത പേജ് മറിച്ചാൽ അവിടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണം ടെക്സ്റ്റ് വായിച്ച് പോവുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾ അതും കവർ ചെയ്ത് പോകും. അത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് വേണ്ട സാധനം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനകത്ത് ആ ആഹാര ഉൽപ്പാദനത്തിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് ഓക്സിജൻ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ഈ ഫിഗർ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ജലം, കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം ഇതിൻ്റെയൊക്കെ സഹായത്തിൽ ഇവർ ആഹാരം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഓക്സിജനെ വിടുന്നുണ്ട് അല്ലേ. പുറത്തേക്ക് ഓക്സിജനെ വിടുന്നത്. അതാണ് അവിടുത്തെ ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് വേണമെങ്കിൽ വരുത്താൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അടുത്ത ചോദ്യം നോക്കൂ. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇലകളിലെ വർണ്ണകം ഏത്? ഈ ചാപ്റ്ററിലുണ്ടല്ലോ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് ഓർത്തിരിക്കാനുള്ള കുറച്ച് വേർഡ്സ് വരുന്ന ഈ വർണ്ണകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആഹാരം നിർമ്മിക്കാൻ ഇലകളിൽ അല്ലെങ്കിൽ ഇലകളുടെ പച്ച നിറത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ PSC എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഹരിതകം, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. തീർച്ചയായിട്ടും അത് ഏതാ ഹരിതകമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആന്തോഫിൽ കിടപ്പുണ്ട്, കരോട്ടിൻ കിടപ്പുണ്ട്, ആന്തോസയാനിൻ കിടപ്പുണ്ട്. ഹയർ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യം കൂടിയാണ്. ഈ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ എന്തായാലും ഹരിതകമാണ്. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതാ ഈ ഒരു കോളത്തിൽ നിന്ന് നമുക്കിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റി. ഏതൊക്കെയാണെന്ന് നോക്കിയേ. കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാവുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ്, ജലം ഉപയോഗിച്ച്, സൂര്യപ്രകാശത്തിനുള്ള ഊർജ്ജം ഉപയോഗിച്ച്, അതുപോലെ ഹരിതകത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇത് ചെയ്തിട്ട് അവസാന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നിടത്ത് എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ആഹാരത്തിനൊപ്പം ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ചോദ്യം. ആ ഒരു ബോക്സിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ 2 ചോദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി അടുത്ത പേജ് ഒന്ന് മറയ്ക്കുക. SCERT അടുത്ത പേജ് ഒന്ന് മറച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാക്കുകളൊന്നും അവിടെ കാണാൻ പറ്റില്ല. അങ്ങോട്ട് മറച്ചു നോക്കി, ചിലപ്പോൾ കാണൂല. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്നാണ്. ഹയർ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ ഡീറ്റെയിലായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ അതിന് കാരണമാകുന്ന വർണ്ണകങ്ങൾ. ഇപ്പം നേരത്തെ ഹരിതകം, പച്ച നമ്മൾ പറഞ്ഞു പോയി. ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫിൽ ഇതിലേതാണ് എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. കാരണം അത് പഠിക്കേണ്ട സാധനമാണ്. 5ാം ക്ലാസ് ആണെന്ന് വിചാരിച്ച് ഒഴിവാക്കി കളയേണ്ട ചാപ്റ്ററൊന്നും അല്ല. അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാവുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ABCD ഏതാണെന്നൊന്ന് കണ്ടുവെച്ചോ. പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിച്ചോ. ഞാൻ അതിൻ്റെ ആൻസറിലേക്ക് പോവാണ്. അവിടെ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് ടെക്സ്റ്റിൽ കിടപ്പുണ്ട് നമുക്ക്. ചുവപ്പ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ ഏതിനാ? ചുവപ്പ് കളർ നൽകാനായിട്ട്. കരോട്ടിൻ ഓറഞ്ച്. ഇമ്പോർട്ടൻ്റ് ഓർത്തിരുന്നു. സാന്തോഫിൽ മഞ്ഞ കളർ നൽകും. ആന്തോസയാനിൻ ചുവപ്പ്, കരോട്ടിൻ ഓറഞ്ച്, സാന്തോഫിൽ മഞ്ഞ. ഇത് ഓർത്തിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വേണം പോസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പം തന്നെ പഠിച്ചു വിട്ടോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചാൽ എഴുതി വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മയിൽ ഉണ്ടാവണം, ചോദ്യമായിട്ട് വരാറുണ്ട്. ഇവിടെ ഇതാ ഞാൻ പറഞ്ഞത് സഹായക വിവരങ്ങൾ എന്ന് പറഞ്ഞ് കിടക്കണുണ്ട്. ഇത് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിനകത്തുള്ള സാധനമാണ്. മറ്റ് നിറങ്ങൾക്ക് പിന്നിൽ, അതായത് സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ. പ്രകാശത്തിലെ ചില നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത്. 3 കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയാണവ. ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയാണത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അഡീഷണൽ പോയിൻ്റാണ്. നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ല. ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കിടപ്പുണ്ട്. ഈ 5ാം ക്ലാസ്സിൽ തന്നെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ 3 കൂട്ടം പ്രധാന വർണ്ണകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹരിതകങ്ങൾ ഓൾറെഡി നമുക്കറിയാം. അതുകൂടാതെ കരോട്ടിനോയിഡുകൾ, കരോട്ടിൻ ഓറഞ്ച് കണ്ടോ, കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയുണ്ട്. അതിൽ പച്ച നിറം ഹരിതകം നൽകുന്നു എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമായ ചില കരോട്ടിനോയിഡുകളാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പിന് കരോട്ടിനോയിഡുകൾ കാരണമാകുന്നുണ്ട്. ചുവപ്പ്, മഞ്ഞ, നീല എന്നീ നിറങ്ങൾക്ക് കാരണമാകുന്നത് ചില ഫ്ലവനോയിഡുകളുമാണ്. ഇതൊക്കെ അഡീഷണൽ ഫാക്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. പിന്നെ ഇവരുടെ വ്യത്യസ്ത തരത്തിൽ ഇവർ കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് വേറെ കോമ്പിനേഷനിൽ വേറെ പുതിയ കളർ ഉണ്ടാവുന്നത് എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു അഡീഷണൽ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കുക. അവിടെ ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എക്സ്ട്രാ ഫാക്റ്റാണ്, വേണ്ടവർക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ചോദ്യപ്പെട്ടിയുടെ രീതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഇത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. ഹയർ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് അറിയാം, അവിടെ പെർസെൻറ്റേജുകളുണ്ട് അല്ലേ. നൈട്രജൻ എത്ര, ഓക്സിജൻ എത്ര, മറ്റ് സാധനങ്ങൾ എത്ര എന്നൊക്കെയുള്ള പെർസെൻറ്റേജുകൾ പഠിക്കാനുണ്ട്.
അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണ്? ഓക്സിജൻ, നൈട്രജൻ, മീഥൈൽ, ഹൈഡ്രജൻ. തീർച്ചയായിട്ടും അതാരാണ്? അത് നൈട്രജൻ ആണ്. നോക്കിയേ, ഭൂരിഭാഗവും നൈട്രജൻ തന്നെയാണ്. എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മൾ മറ്റ് ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കുന്നുണ്ട്. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ആരാ? ഓക്സിജൻ ആണ്. ഓക്സിജൻ കഴിഞ്ഞ് പിന്നെ ഇത് ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ ഉണ്ട്. അതിൽ നിന്ന് ബേസിക് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്ന ഇലകളിലെ സുഷിരങ്ങൾ. നല്ല ചോദ്യമാണ്. ഈ ബയോളജി ആണല്ലോ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബയോളജിയുടെ കെമിസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലെ കുറച്ച് ടേംസ് കാണാൻ പഠിക്കേണ്ടി വരും. അത് പഠിച്ച് സെറ്റ് ആയാലേ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടന്റ് പഠിക്കുക, ടേംസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഫിസിക്സിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, സബ്ജക്റ്റിൻ്റെ കണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെ നോക്കൂ, സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ, ഹൈഡത്തോട്, ബാർക്ക് ഇവയൊന്നുമല്ല. ഈ ഹൈഡത്തോടും ബാർക്കൊക്കെ വേറെ ടേംസ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇലകളിലെ ആ സുഷിരത്തെ വിളിക്കുന്ന പേര് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്നാണ്. നിങ്ങൾക്ക് ഇലകളുടെ ആ ഒരു പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, SR ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, അവിടെ കാണാനായിട്ട് പറ്റും സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കാം. ഇലകളിലൂടെയുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇലകളിൽ ഈ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്നുള്ളത് എടുക്കുന്നതും അതുപോലെ ഉണ്ടാക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യമാണ്, ഓർമ്മയിലുണ്ടാവണം സ്റ്റൊമാറ്റ. ഓക്കെ, ഇനി സഹായക വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർ ഹാൻഡ് ബുക്കിലേക്ക് പോയാൽ ഇലകളിലെ സ്റ്റൊമാറ്റയിലൂടെ മാത്രമല്ല സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത്. കാണ്ഡങ്ങളിലെ അല്ലെ നമ്മുടെ തണ്ടെന്ന് പറയുന്ന കാണ്ഡങ്ങളിലെ ലെൻഡി സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതക വിനിമയം നടക്കുന്നുണ്ട്. അപ്പോൾ കാണ്ഡങ്ങളിൽ ഈ പറയുന്ന സസ്യങ്ങളിലെ വാതകവിനിമയം നടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റൊമാറ്റ അല്ല, അത് ലെൻഡി സെല്ലുകളാണ്. ഓർമ്മയിൽ വെച്ചോ, ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്, നല്ലൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. ഇത് എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. വേരുകളിലൂടെയും വാതകവിനിമയം നടക്കുന്നു. ചീമക്കൊന്നയിലെ കാണ്ഡത്തിലെ സുഷിരങ്ങൾ കുട്ടികൾക്ക് കാണാൻ അവസരം ഒരുക്കി കൊടുക്കാൻ ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട്. അവിടെ ലെൻഡി സെല്ലുകൾ കാണാൻ പറ്റും. കാണ്ഡത്തിൽ ലെൻഡി സെല്ല്, അതുപോലെ ഇലകളിൽ സ്റ്റൊമാറ്റ. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചോ, ഓർമ്മയിൽ വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് അഡീഷണൽ ഫാക്റ്റുകൾ പഠിക്കേണ്ടത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണം, പിന്നെ വരുന്ന ഏരിയയിൽ വരാൻ പോകുന്ന അർദ്ധപരാതം, പൂർണ്ണപരാതം, എപ്പിഫൈറ്റുകൾ, ഈ കൺസെപ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 5ാം ക്ലാസ്സിൽ തന്നെ വെച്ച് പഠിച്ച് തീർക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണം ഏത്? പൂർണ്ണപരാതം മരവാഴ, മൂടില്ലാത്താളി, ഇത്തിൽക്കണ്ണി, മാവ്. ഇതിലാരാണ് പൂർണ്ണപരാതം? എന്താണ് പൂർണ്ണപരാതം, അർദ്ധപരാതം, എപ്പിഫൈറ്റ്? ഇത് അറിയണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായാലും ആരാന്നറിയാവോ? അത് മൂടില്ലാത്താളിയാണ്. മൂടില്ലാത്താളി ഭയങ്കര മോശം ആളാണ് ഈ മൂടില്ലാത്താളി എന്ന് പറയുന്നത്. അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആതിഥേയ സസ്യത്തിൽ നിന്ന്, അതായത് അത് എങ്ങോട്ടാണോ പടർന്നു കയറി കിടക്കുന്നത് അവിടുന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ ടോട്ടൽ പാരസൈറ്റ് അഥവാ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, ഇതാണ് ഈ കിടക്കുന്ന ഈ ഫിഗർ കാണുന്നതാണ് ഈ മൂടില്ലാത്താളി. അവരിതാ ഇതുപോലെ പിടിച്ചിരിക്കും, ഏതെങ്കിലും ഒരു സസ്യത്തിൽ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ചിത്രത്തിൽ കാണാം, ഇത് ടെക്സ്റ്റിൽ കിടക്കുന്ന പടമാണ് കേട്ടോ. അതിൻ്റെ വേര് ഈ പേരൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആതിഥേയ സസ്യത്തിൻ്റെയൊക്കെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ട് അതിനകത്ത് നിന്നുള്ളത് മുഴുവൻ വലിച്ചെടുക്കും. സ്വന്തമായിട്ട് ഒരു പണി എടുക്കില്ല, കിട്ടുന്ന സാധനം മുഴുവൻ വലിച്ചെടുത്ത് ഊറ്റി തീർത്ത് കളയും. ഇതാണ് സംഭവം. അതാണ് പൂർണ്ണ പരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്. മൂടില്ലാത്താളി അതിന് എക്സാമ്പിളാണ്. ഇനിയുണ്ട്, നമുക്ക് നോക്കാം. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടും. അപ്പം മൂടില്ലാത്താളി സ്വഭാവം എന്താ? മൊത്തം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കണാണ്, പൂർണ്ണപരാതാണ്. ജസ്റ്റ് ഒന്ന് എനിക്ക് കുറച്ച് നാളൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട്, ഒരു കൈ താങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പോയി ഇരിക്കുന്ന ഒരു ഉപദ്രവം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ജീവിക്കാൻ അവിടെ സപ്പോർട്ട് മാത്രം മതി. അത് ഇരിക്കുന്ന സസ്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. അത് അർദ്ധപരാതമാണോ പൂർണ്ണപരാതമാണോ എപ്പിഫൈറ്റുകളാണോ? ഇവയൊന്നുമല്ല. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? എന്തായാലും പൂർണ്ണപരാതം അല്ല, നിങ്ങൾ കണ്ടു. അതിൻ്റെ ആൻസർ എപ്പിഫൈറ്റുകളാണ് കേട്ടോ. അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പം മരവാഴ ഇങ്ങനെ ഈ മാവിൻ്റെയൊക്കെ മുകളിലിരിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞു വേര് അതിന് സപ്പോർട്ട് ആയിട്ട് അവിടെ പിടിച്ചിരിക്കാൻ സഹായിക്കും. അല്ലാണ്ട് അകത്തോട്ട് കയറി വലിച്ചെടുക്കുന്നവരുടെയൊന്നും ഈ മരവാഴ പോലുള്ള ആൾക്കാർക്കില്ല. മരവാഴ അപ്പോൾ എപ്പിഫൈറ്റിന് എക്സാമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അതിനകത്ത് കട്ടി കൂടിയ കുറച്ച് വേരുകളുണ്ട്, അത് അന്തരീക്ഷത്തിലേക്ക് നീണ്ടു കിടക്കും, എന്നിട്ട് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ജസ്റ്റ് വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പം മരവാഴ പോലെയുള്ള ഓർക്കിഡുകൾ പോലെയുള്ള സാധനമൊക്കെ എപ്പിഫൈറ്റ് ആണ്. ഓർത്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്.
മരവാഴ, ഓർക്കിഡ് ഇതൊക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അതാണ് എപ്പിഫൈറ്റിൻ്റെ കൺസെപ്റ്റ്. ഇനി ഓർക്കിഡുകൾ ഡാഷിന് ഉദാഹരണമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം. അർദ്ധപരാതങ്ങളല്ല, പൂർണ്ണപരാതങ്ങളല്ല, ഇവയൊന്നുമല്ല എന്നുള്ളതും ആൻസർ പറ്റില്ല. പിന്നെ ഏതാണ്? എപ്പിഫൈറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പിഫൈറ്റും പറഞ്ഞു, പൂർണ്ണപരാതവും പറഞ്ഞു. ഇനി അടുത്ത ആരായിരിക്കും? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം ഏത്? അർദ്ധപരാതങ്ങൾ അതിന് ഉദാഹരണം ആരാണ്? മൂടില്ലാത്ത ആളി പൂർണ്ണപരാതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓർക്കിഡും മരവാഴയും നമ്മൾ എപ്പിഫൈറ്റിലും കണ്ടു. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? ഇത്തിൽക്കണ്ണി. കണ്ടോ? MCQ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരും. അതിൽ ഓപ്ഷൻസ് ഓൾറെഡി നമ്മൾ കണ്ടോണ്ട് ഇപ്പോൾ ആൻസർ കിട്ടും. അതാണ് നമ്മൾ ഓപ്ഷൻസ് കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് MCQ പഠിച്ച് കണ്ടന്റ് പഠിച്ച് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി അതിനകത്തെ ആശയവും കിട്ടും. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് മാറിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് ചോദ്യപ്പെട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ഇത്തിൽക്കണ്ണിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത്തിൽക്കണ്ണിനെ നിങ്ങൾക്ക് മാവിൻ്റെയൊക്കെ മുകളിൽ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ സാധനം മറക്കരുത്. പൂർണ്ണപരാതം മൂടില്ലാത്താളി എന്ന് പറഞ്ഞാൽ കിടക്കണ സ്ഥലത്ത് നിന്ന് മൊത്തത്തിൽ വലിച്ച് നേരെ ഇങ്ങ് എടുക്കുക. പ്രത്യേകിച്ച് ഒരു പണി എടുക്കില്ല. അവർ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോകത്തുമില്ല. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യം തന്നെ ചെയ്തോളൂ, ആരെ ഉപദ്രവിക്കുന്നില്ല. പക്ഷേ മൂടില്ലാത്താളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഡീസൻ്റ് ആണെന്ന് വെച്ചാൽ പകുതി ഡീസൻ്റ് ആണ്. അതുകൊണ്ടാണ് അർദ്ധപരാതം എന്ന് വിളിക്കുന്നത്. ആൾക്ക് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ബാക്കിയുള്ളിടത്താണ് വലിക്കുന്നത്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കും. ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കും. അതിനായി ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങൾ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കും. ഇരിക്കുന്ന മാവിലാണെങ്കിൽ ആ മാവിൽ നിന്ന് ഈ ജലവും ലവണവും അവിടുന്ന് വലിക്കും. പക്ഷെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നെ കഴിച്ചോളും. മൂടില്ലാത്തവൾ എങ്ങനെയാണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല, നേരെ അവിടുന്ന് ഫുള്ള് വലിക്കുമായിരുന്നു. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അതാണ് പൂർണ്ണപരാതവും അർദ്ധപരാതവും തമ്മിലുള്ള വ്യത്യാസം. സെമി പാരസൈറ്റ്സ് എന്നുള്ള ആ ഒരു വേർഡ് ഓർത്തിരിക്കുക. ഇത് ഇത്തിൽക്കണ്ണി അതിന് എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത്, വീണ്ടും ആ ചോദ്യത്തെ ഒന്ന് മറിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം ഏതാണ്? തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പൂർണ്ണപരാതം എന്നുള്ളതാണ് അല്ലേ? ഇതാ എപ്പിഫൈറ്റുകളുടെ ഉദാഹരണമായിട്ട് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഓർക്കിഡുകൾ. അർദ്ധപരാതത്തിൻ്റെ എക്സാമ്പിളായിട്ട് ചന്ദനം കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അർദ്ധപരാതം, ചന്ദനം മണ്ണിനടിക്കും, ആരും അറിയത്തുമില്ല. മണ്ണിനടി കൂടി വേര് വെച്ചിട്ട് മറ്റേ അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന പരിപാടിയാണ് ചന്ദനത്തിൻ്റെ പരിപാടി. റഫ്ലേഷ്യ മറ്റൊരു പൂർണ്ണപരാതത്തിൻ്റെ എക്സാമ്പിളാണ്. ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ എക്സ്ട്രാ കണ്ടന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന കണ്ടന്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സയൻസിൻ്റെ ചോദ്യപ്പെട്ടി എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം നമ്മൾ അടുത്ത ചാപ്റ്ററുകളുടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ 10ാം ക്ലാസ് വരെ എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, ഇതിൽ എങ്ങനെയെല്ലാം ഇനി അഡീഷണൽ ആയിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും തുടങ്ങിയ ഫീഡ്ബാക്കുകളെല്ലാം വേണം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, ആയിരക്കണക്കിന് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പഠനത്തിന് എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയുണ്ട്. കാരണം ടീച്ചിങ്ങിൻ്റെ പല എക്സാമുകളിലും നമ്മളിത് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ PSCയുടെ എല്ലാ എക്സാമുകളിലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ട ശേഷം അടുത്ത ക്ലാസ്സുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.